നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇത്ര ആലോചന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പത്മയുടെ ഇന്നത്തെ പെരുമാറ്റത്തില് എനിക്ക് എന്തോ ഒരു ആശങ്ക. അതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട്. സാധാരണഗതിയിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറയുമ്പോ മറുത്തെന്തെങ്കിലും പറയേണ്ടതാ. പക്ഷെ ഇന്ന് നിങ്ങൾക്കും കൂടെ പോയിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ളൊരു കളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിത് മുമ്പേ പറഞ്ഞല്ലേ, അമ്മയുടെ പെരുമാറ്റത്തില് എനിക്ക് നേരത്തെ തന്നെ സംശയമുണ്ടെന്ന്. പക്ഷെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ലല്ലോ. ഏയ്, പറയാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ്റെ ഭാര്യയെ ആള് കുഴപ്പാ. സർ, എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. രജിസ്റ്റർ മാരേജ് കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെച്ചാലോ? നിങ്ങൾ രണ്ടാളും ഇങ്ങനെ സംശയിക്കുന്ന നിലയ്ക്ക് പത്മ മാഡം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ട്. അച്ഛാ, എല്ലാത്തിനുള്ള നടപടി അയാളുടെ കയ്യിലുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടങ്ങി കിട്ടിയാൽ മതി അയക്ക്. മുടക്കാനൊന്നും അല്ല സർ. എനിക്ക് വേണമെങ്കിൽ സാർ ഈ കാര്യം പറഞ്ഞപ്പോ എതിർക്കായിരുന്നല്ലോ. പക്ഷെ ഞാൻ സമ്മതിക്കല്ല ചെയ്തത്. രഹസ്യമായിട്ട് ഇതങ്ങ് നടന്നു പോവാണെങ്കിൽ പോട്ടേന്ന് ഞാനും തീരുമാനിച്ചു. മോളെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചു. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ഇപ്പൊ അതിനുവേണ്ടി പുറപ്പെടുകയും ചെയ്തു. ഇനി മറിച്ചൊന്നും ചിന്തിക്കണ്ട. സർ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. താനൊന്നും മിണ്ടായിരിക്കും നന്ദി. ഇന്നിത് നടന്നില്ലെങ്കിൽ ഇതിനൊരു സാഹചര്യം പിന്നീട് സൃഷ്ടിക്കാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ മനസ്സിലെ ടെൻഷൻ ഉള്ളതുകൊണ്ട് അമ്മയുടെ വാക്കുകൾ വെറുതെ സംശയിക്കുന്നതായിരിക്കും. അങ്ങനെ സമാധാനിക്കാം നമുക്ക്. ഇത് മൊത്തത്തിലൊരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ. എത്രയും പെട്ടെന്ന് ഇത് നടന്നാ മോളെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. സൂര്യ, നീ വേഗം വിടും. അകത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇപ്പൊ തന്നെ വിളിക്കും. മോളെ വാ. വിവേക്, ആരതി ഉണ്ടാവും പറഞ്ഞിട്ട് എവിടെ? ആരതിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി. ആരതിയെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ ഞാൻ പൊയ്ക്കോളം പറഞ്ഞു. ഇത് ശരണ്യ, ആരതിയുടെ ഫ്രണ്ടാ. ഹലോ. ഒപ്പിടാൻ ശരണ്യ കൂടെ ഉണ്ടാവും. ഹലോ ശരണ്യ. ഹായ്. അല്ല, നന്ദിയുടെ മുഖത്ത് എന്തോ ഒരു പരിഭ്രമം. അത് സ്വാഭാവികമാണല്ലോടാ. അമ്മയെക്കുറിച്ചുള്ള പേടി തന്നെ. ഞാനും അച്ഛനും എത്ര പറഞ്ഞിട്ടും അയാൾക്കത് മനസ്സിലാവുന്നില്ല. എന്റെ കാര്യം മാത്രം പറയണ്ട. പത്മ മാഡം എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണെന്ന് ഇവർ രണ്ടുപേരും കൂടിയാ വണ്ടിയിൽ വരുമ്പോ സംസാരിച്ചത്. അതെ, അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിപ്പോയി.
ദേ ഇവിടെ തന്നു നോക്ക്. അമ്മയും ഇല്ല, അമ്മയ്ക്ക് പരിചയമുള്ള ആരുമില്ല. ഇനിയെങ്കിലും ധൈര്യമായിട്ട് കാലുറപ്പിച്ച് നിൽക്കാമല്ലോ. വിവേക്, നമുക്കിന്ന് അകത്തേക്ക് കയറിയാലോ? സൂര്യ, നന്ദിനി അകത്തേക്ക് വരാൻ പറഞ്ഞു. ആ ഓക്കെ. മോളെ, താന്നിയൂരമ്മയെ പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറിക്കോളൂ. വാ. സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സൂര്യ? ഞാനാണ് സർ. ആരാ നന്ദിനി? ഇതാണ് സർ. ഞാൻ സൂര്യയുടെ അച്ഛനാ സർ. സൂര്യ ഈ രജിസ്റ്റർ മാരേജിന് വന്നിരിക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണോ? ആ, ഇതെന്ത് ചോദ്യം സർ? ഈ രജിസ്റ്റർ മാരേജിന് ഇനിഷ്യേറ്റീവ് എടുത്തന്നെ ഞാനാ. ഓക്കെ. വാട്ട് അബൌട്ട് നന്ദിനി? കുട്ടിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണോ? അതെ സർ. ഈ നിൽക്കുന്നവർ ആരെങ്കിലും കുട്ടിയെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തതുകൊണ്ടാണോ കുട്ടി ഇങ്ങനെ ഒരു രജിസ്റ്റർ മാരേജിന് തയ്യാറായത്? എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. നന്ദിനി ഇപ്പൊ ജീവിക്കുന്നത് സൂര്യക്കൊപ്പമാണല്ലേ? അതെ. സൂര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. സൂര്യയുടെ താലി ഏറ്റുവാങ്ങാൻ മറ്റൊരു പെൺകുട്ടി തയ്യാറായി നിന്നു. ആ വേദിയിൽ വെച്ച് സൂര്യ അപ്രതീക്ഷിതമായി താലി കെട്ടുകയായിരുന്നു അല്ലേ? സർ, അതൊക്കെ നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യമല്ലേ സർ? അത് കഴിഞ്ഞ് എത്രയോ നാളുകളായിട്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നിയമപരമായിട്ട് ഞങ്ങൾ വിവാഹം ഒരിടത്തും രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറെടുത്തേ ഉള്ളൂ. നന്ദിനിയോടുള്ള എന്റെ ചോദ്യം തീർന്നില്ല സൂര്യ. നന്ദിനിയെ താലി കെട്ടിയത്, നന്ദിനിയോടൊപ്പം ജീവിക്കുന്നത്, ഇതെല്ലാം നന്ദിനിയുടെ പരിപൂർണ സമ്മതത്തോടെയാണോ? അതെ സർ. അല്ലാന്ന് ഞാൻ പറഞ്ഞാലോ? നന്ദിനി ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാൻ പല തവണ ആലോചിച്ചിരുന്നു. പക്ഷേ ചിലരുടെ നിർബന്ധങ്ങൾ നന്ദിനിയെ പിടിച്ചു നിർത്തുകയായിരുന്നു. സർ, അങ്ങ് എന്താണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇവര് തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല സർ. അവര് തമ്മിൽ പരസ്പരം സമ്മതം പറഞ്ഞ സ്ഥിതിക്ക്. മിസ്റ്റർ യതീന്ദ്രദാസ്, ഒരു വിവാഹം നടക്കുമ്പോൾ അതിന് അനുബന്ധമായി എന്റെ മുമ്പിലെത്തുന്ന സകല രേഖകളും എനിക്ക് നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്രയും സ്പെഷ്യലായ ഒരു കുടുംബത്തിലെ വിവാഹമാകുമ്പോൾ. നാളെ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫേസ് ചെയ്യേണ്ടത് ഞാനാണല്ലോ. എന്ത് ചോദ്യങ്ങൾ സർ? ഈ ഫയലിലുള്ളത് നന്ദിനിയുടെ ഒപ്പാണോ?